പേരോട് ഉസ്താദിനെ പറ്റിയിട്ട് ആരോ പാരഡി ഗാനം ഉണ്ടാക്കി. ഈ പാരഡി ഗാനം ഉണ്ടാക്കിയപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു വിഷമമായി പോയി ആ പാട്ട് കേട്ടപ്പോൾ. കാരണം അത്രയും മോശമായിട്ടാണല്ലോ പറയുന്നത്. അത് കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമായി പോയി. എന്നിട്ട് നൗഷാദ് അതിന് പറഞ്ഞ മറുപടി, അത് നമ്മളെ ഹാരിസ് മദനി ഉസ്താദ് അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നൗഷാദ് അതിനെ പറ്റിയാണ്ട് പറഞ്ഞ മറുപടി എന്താ അറിയോ? അതൊന്ന് കേട്ടു നോക്കി നമുക്ക്. നൗഷാദ് ആ പാട്ട് കേട്ടിട്ട് പറഞ്ഞൊരു മറുപടി നോക്കൂ നിങ്ങൾ. എന്നിട്ടിപ്പോൾ വേറെ ഒന്ന് രണ്ടാൾക്കാരെന്ന് ഭയങ്കര കരച്ചിലാണ്. നമ്മൾ ആ മദനീയം നടത്തുന്ന ഒരു മൊയിലേറുണ്ടല്ലോ, അയാളുടെ കരയിന് പേരോട് ഉസ്താദിനെ കുറിച്ച് പാരഡി ഗാനം വരെ ഇറങ്ങിപ്പോയി. അവനാൻ്റെ കയ്യിലിരിപ്പോണ്ട് ഇറങ്ങിയതാവും. എന്തേ പറഞ്ഞത്? അവനാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇറങ്ങിയതായിരിക്കും. ഇനി അവനാൻ്റെ കയ്യിലിരിപ്പ് നോക്കാം നമുക്ക്. ഇറങ്ങിയ പാട്ട് ഇനിയുണ്ട്. ഒരു നമ്മളിവിടെ നിങ്ങളേറ്റ് ഇറക്കിയോ? ഞങ്ങൾ ഇറക്കിയത് ഞങ്ങളെ ചാനലിൽ ഇറക്കൂലേ? ആൾക്കാർ ബോധവാന്മാരാ, ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നീ കേസ് കൊടുത്തേക്ക്. ആ കേസിൻ്റെ വിഷയത്തിലൊക്കെ ഉഷാറിച്ചാണ്. വേഗം എല്ലാം എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും പറഞ്ഞ വോയിസുകൾ എടുക്കുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് ഒക്കെ എടുത്തിട്ട് വോയിസുകളും ക്ലിപ്പുകളും എല്ലാം എടുത്ത് കാണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി എനക്കാണ്. അപ്പോൾ കേസല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കേസുകളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നത് അതൊക്കെ സഹിക്കുക. അതൊക്കെ സഹിക്കുക എന്നാണ് പറഞ്ഞത്. അതൊക്കെ സഹിക്കുക. കാരണം എന്താ പറഞ്ഞറിയോ? അതൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു. അപ്പം ഒന്നും ആയിക്കോട്ടെ, പാരഡി ഗാനം എന്നാൽ നമുക്ക് കാട്ടുകളനെ പറ്റി കണ്ടൊരു പാരഡി ഗാനം കേട്ടു നോക്കുക. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഇത് കേട്ടില്ലേ? സ്വർണ്ണ ചെയിൻ മുക്കിയേ. എന്തേ പറഞ്ഞത്? സ്വർണ്ണ ചെയിൻ മുക്കിയത് അറിയില്ലേ? കോമാടന്റെ കല്യാണത്തിന് മഹർമാല വാങ്ങിക്കൊടുത്തതിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ്. സ്വർണം കട്ടവനാരാണ്ട ഒരു വട്ടൂരി മൊഴിയിലാണ്ട മുക്കുപണ്ടം പണയം വെച്ച് കോമാണ്ടി മുറിയിൽ പറ്റിച്ച് മുക്കുപണ്ടം പണയം വെച്ച് കോമാണ്ടി മുറിയിൽ പറ്റിച്ച് സാരിയും കേട്ടിയെ സ്വർണ്ണമടിച്ചു മാറ്റിയെ ആദർശത്തെ ലംഘിക്കാനായി കാട്ടുവളപ്പിനെ പിരികേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ള സുലൈമാണ്ടി. ആദർശത്തെ ലംഘിക്കാനായി കാട്ടുവളപ്പിനെ പിരികേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ള സുലൈമാണ്ടി. സാരിയെ കേട്ടിയെ സ്വർണ്ണമടിച്ചു മാറ്റിയെ സാരിയെ കേട്ടിയെ സ്വർണ്ണമടിച്ചു മാറ്റിയെ. അപ്പം നൗഷാദേ, എന്നെ പറ്റിയിട്ടും എൻ്റെ കാട്ടുകളെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തു? പാരഡി ഗാനം ഇറങ്ങിയിരിക്കണേ. അപ്പോൾ അത് പാരഡി ഗാനം ആർക്കും ഉണ്ടാക്കാൻ പേക്കുപോയി. മനസ്സിലായ എനിക്ക്? അപ്പം നിജുവാണ് സഹിച്ചള. പാരഡി ഗാനം കേട്ടുകാനാണ് സഹിച്ചള. നമ്മളെ ഷെയ്ഖിനെയാണല്ലോ ഇപ്പോൾ ഈ പറയണത്. ഇത് വല്ലാത്തൊരു കോളായല്ലോ പഠിച്ചോനെ. എന്താ ഇതിൽ പറഞ്ഞ പാട്ട് മുഴുവൻ സത്യമല്ലേ? നിക്കാഹിൻ്റെ അന്ന് കല്യാണത്തിന് മഹർമാല വാങ്ങിക്കൊടുത്ത ചങ്ങായിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചിരുന്നത്. അതേമാതിരി എത്ര ആൾക്കാരെടുത്തുനിന്ന് വെച്ച് പൈസ വാങ്ങിക്കണ്? കണ്ണൂർക്കാരൻ ഒരാളെടുത്തുനിന്ന്, മാണൂർ ഒരാളെടുത്തുനിന്ന്, വേറെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാളെടുത്തുനിന്ന് 50,000 ഉറുപ്പ്യ വാങ്ങിയിട്ട് ഇതുവരെ കൊടുത്തുക്കണേച്ച്? ഇതുവരെ കൊടുത്തുക്കണോ? എന്നോട് വിളിച്ചുകാണ്ട് പറഞ്ഞപ്പോൾ ഇതെന്താ പറഞ്ഞത്? ആ നമ്പറാണ് കട്ടാക്കി ബ്ലോക്കാക്കി വേണ്ട പോവുക ചെയ്തത് അല്ലേ? അപ്പം എന്നാൽ ഈ പാട്ടുമാണ് കേട്ടുകാണ്ട് നല്ലോണം എൻ്റോനെ ആണ്ട് ഉറങ്ങിക്കോ കേട്ടോ.